സമദൂര സിദ്ധാന്തമാണ് ഞങ്ങൾക്കുള്ളത്. അതായത് പ്രശ്നാധിഷ്ഠിത മൂല്യാധിഷ്ഠിത സമദൂര സിദ്ധാന്തം. ഇപ്പോൾ നമ്മൾ വോട്ടേഴ്സിനോട് പറയുന്നത് മനസാക്ഷി അനുസരിച്ച് നല്ല കാൻഡിഡേറ്റ്സിനെ, നല്ല സ്ഥാനാർത്ഥിയെ, രാജ്യത്തിന് വേണ്ടി ജീവിക്കാൻ പറ്റിയ സ്ഥാനാർത്ഥിയെ, അതുപോലെ തന്നെ നമ്മളുടെ രാജ്യത്തിൻ്റെ ജനാധിപത്യം, സോഷ്യലിസം, മതേതരത്വം, രാജ്യത്തിൻ്റെ അഖണ്ഡത അതൊക്കെ കാത്തു സൂക്ഷിക്കാൻ പറ്റിയ നല്ല കാൻഡിഡേറ്റ്സിനെ തിരഞ്ഞെടുക്കണം എന്നുള്ളതാണ്. അതിൽ പ്രത്യേകമായിട്ട് നമ്മൾ പറയുന്നതാണ് ഈ പ്രശ്നാധിഷ്ഠിത മൂല്യാധിഷ്ഠിത സമദൂര സിദ്ധാന്തം. പിന്നെ അവർക്ക് തോന്നിയാണ് ശരിയായിട്ടുള്ളത് എന്താണെന്ന് അവർക്ക് തോന്നുന്നത് അവരുടെ മനസാക്ഷി അനുസരിച്ച് അവർ ചെയ്യത്തുന്നുള്ളതാണ്. നമ്മുടെ പ്രത്യേകിച്ച് കേരളത്തിലുള്ള വോട്ടർമാർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പൊളിറ്റിക്കലി കോൺഷ്യസ് ആണ്, അല്ലേ? വളരെ പൊളിറ്റിക്കൽ കോൺഷ്യസ് ഉള്ള ആളുകളാണ്. അപ്പം അതുകൊണ്ട് ഏതാണ് നല്ലത്, ഏതാണ് ചീത്ത എന്ന് പറയാനായിട്ട്, ചിന്തിക്കാനായിട്ട്, വിവേചിച്ചറിയാനായിട്ട് അവർക്ക് കഴിയും. അപ്പോൾ നമ്മളൊക്കെ ഇങ്ങനെ അതിനകത്ത് ഇടപെട്ട് ഇങ്ങനെ പറയേണ്ട ആവശ്യമില്ല, ഇന്നയാൾക്ക് വോട്ട് ചെയ്യണം എന്നൊക്കെ നമ്മൾ പറയേണ്ട ആവശ്യമില്ല. അത് കാരണം നമുക്കത് പറയാനും പറ്റില്ല. എന്താ കാര്യം എന്നറിയാമോ? നമ്മളുടെ ജനങ്ങൾ തന്നെ പല വിധത്തിലുള്ള പാർട്ടിയിൽ പെട്ടവരായിരിക്കും. പിന്നെ പാർട്ടിക്ക് വോട്ട് ചെയ്യാനായിട്ട് ബിഷപ്പ് പറയുകയാണെങ്കിൽ അത് ഏറ്റവും മോശം കാര്യമായിരിക്കും. ഈ മണിപ്പൂർ അടക്കമുള്ള വിഷയങ്ങളൊക്കെ ഈ വിധിയെഴുത്തിൽ പ്രതിഫലിക്കുമോ ഇത്തവണ? അത് മണിപ്പൂരിനെ കുറിച്ച് ആളുകൾക്കൊക്കെ അറിയാമല്ലോ. അപ്പോൾ അതനുസരിച്ച് അതൊക്കെ വേണമെങ്കിൽ റിഫ്ലക്റ്റ് ചെയ്യാം. അല്ലെ, ജനാധിപത്യം വലിയ അപകടത്തിലാവുന്നു എന്നൊക്കെയാണ് പ്രതിപക്ഷം നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ചില പുരോഹിതരും ഇത്തരം ചിലരൊക്കെ പറയുന്നുണ്ട്. അതെ, ജനാധിപത്യം ഇപ്പോൾ അപകടത്തിലാണ്. നമ്മുടെ ഭരണഘടന ഉള്ളിടത്തോളം കാലം അത് അപകടത്തിലേക്ക് വരില്ല. കാരണം നമ്മുടെ ഭരണഘടന ഉള്ളിടത്തോളം കാലം ജനാധിപത്യത്തിൽ അധിഷ്ഠിതമായിട്ടുള്ള ഭരണം മാത്രമേ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. അപ്പോൾ ഭരണഘടനയുണ്ട് നമുക്ക്. ഇന്നേ വരെ ഇവർ ഭരണഘടന എല്ലാവരും മാനിച്ചിട്ടുണ്ട്. നാളെയും അങ്ങനെ വരുമെന്നാണ് നമ്മുടെ വിശ്വാസം, അല്ലേ? അപ്പോൾ പിന്നെ പൗരത്വ നിയമം പോലുള്ള കാര്യങ്ങൾ, എങ്ങനെ പൗരത്വ നിയമം പോലുള്ള കാര്യങ്ങൾ ജനങ്ങളെ ദോഷപരമായി ബാധിക്കുന്നു, അല്ലെങ്കിൽ ഒരു പ്രത്യേക വിഭാഗത്തിന് ഉന്നം വെക്കുന്നു, അങ്ങനെയൊക്കെയാണ് ആരോപണം വന്നിരിക്കുന്നത്. അതൊക്കെ ശരിക്കും പറഞ്ഞാൽ ആരോപണങ്ങളല്ലേ. അതിൽ സത്യാവസ്ഥ നമ്മൾ മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കണം. ഇപ്പോൾ പൗരത്വ നിയമം കൊണ്ട് ആർക്കെങ്കിലും ദോഷം വരുന്നുണ്ടെങ്കിൽ അതൊരിക്കലും പ്രൊസീഡ് ചെയ്യരുത്. അത് ദോഷമില്ലാത്ത ഒരു നിയമമാണ്. കാരണം നമ്മുടെ ആളുകൾക്ക് എല്ലാവർക്കും ഐഡൻറ്റിറ്റി കാർഡ് കൊടുക്കാനും എല്ലാവരും അംഗീകരിക്കാനൊക്കെ ഉള്ള ഒരു പരിപാടിയാണെങ്കിൽ പ്രശ്നമില്ലല്ലോ. അങ്ങനെയാണെങ്കിൽ എനിക്ക് അങ്ങനെ സുരക്ഷിതരല്ല എന്നുള്ള തോന്നലുണ്ടായിരുന്നിട്ടില്ല. അങ്ങനെ ഒരു അതെ, മണിപ്പൂരിലെ സംഭവം അവിടെ പലതരത്തിലുള്ള അഭിപ്രായങ്ങൾ അതിനെക്കുറിച്ചൊക്കെ പറയുന്നത്. ചിലർ പറയുന്നു അത് മതപരമല്ല, അവരുടെ റേസ് അല്ലെങ്കിൽ അവരുടെ ട്രൈബൽ പ്രശ്നമാണ് എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ നമുക്കതിൻ്റെ സത്യാവസ്ഥ എന്താണെന്ന് പൂർണ്ണമായിട്ടും നമുക്ക് കിട്ടിയിട്ടില്ല. അതാണ് ഈ തിരുവനന്തപുരത്തിലെത്തി അധ്യക്ഷനൊക്കെ ഇന്നിപ്പം അതിന് ദുഃഖമുള്ള സന്ദേശത്തിലൊക്കെ വളരെ രൂക്ഷമായാണ് കേന്ദ്രത്തിനെതിരെ. അതെ, രൂക്ഷമായി അദ്ദേഹത്തിൻ്റെ അഭിപ്രായം അദ്ദേഹം പറഞ്ഞു, അത്രേ ഉള്ളൂ. നമുക്കങ്ങനെ അഭിപ്രായമില്ല. ഞാൻ ആ ഇത്തരത്തിലെ അഭിപ്രായത്തിലേക്ക് പോകുന്നില്ല. എങ്ങനെ മണിപ്പൂരിലെ വിഷയത്തെക്കുറിച്ച് അതെ 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 അതുപോലത്തെ ഒരു ജനാധിപത്യ രാജ്യത്ത് സംഭവിക്കാൻ പാടുള്ളതല്ല അവിടെ സംഭവിച്ചിട്ടുള്ളത്. ശരിക്കും പറഞ്ഞിട്ട് ജനാധിപത്യം, മതേതരത്വം എല്ലാം ഉള്ള ഒരു രാജ്യമാണ്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ വരുമ്പോൾ ഉടൻ തന്നെ ഗവൺമെൻറ് ഇടപെടുകയും അതിനെ തടയിടാനായിട്ട് ശ്രമിക്കുകയും ചെയ്യണം. അതാവശ്യമാണ്. അപ്പോൾ ഏത് ഗവൺമെൻറ് ആയാലും, അതായത് ഒരു ഗവൺമെൻറ് അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ അത് എല്ലാ ജനങ്ങളും, ഇപ്പോൾ 140 കോടി ജനങ്ങളുള്ള ഒരു രാജ്യമാണ് ഇന്ത്യ. ഒരാൾ പ്രധാനമന്ത്രി ആയിക്കഴിഞ്ഞാൽ, ഒരാൾ പ്രസിഡൻ്റ് ആയിക്കഴിഞ്ഞാൽ, ഒരാൾ മുഖ്യമന്ത്രി ആയിക്കഴിഞ്ഞാൽ ഈ രാജ്യത്തിൻ്റെ മുഖ്യമന്ത്രിയാണ്. ഞാനൊരു 6-7 കൊല്ലം മുമ്പ് പ്രൈം മിനിസ്റ്റർ മോദിയെ കാണുകയുണ്ടായി പേഴ്സണലായിട്ട്. ഒരു 5-8-9 മിനിറ്റോളം ഞങ്ങൾ സംസാരിച്ചു. അപ്പം ഞാൻ ആദ്യമായിട്ട് അദ്ദേഹത്തോട് പറഞ്ഞതെന്നറിയാമോ? യു ആർ അവർ പ്രൈം മിനിസ്റ്റർ ആൻഡ് വി ആർ പ്രേയിങ് ഫോർ യു. താങ്കൾ ഞങ്ങളുടെ പ്രധാനമന്ത്രിയാണ്, താങ്കൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അപ്പോൾ അദ്ദേഹം ഉടൻ തന്നെ പറഞ്ഞു, ദാറ്റ് ഈസ് വാട്ട് വി വാണ്ട്.
നമുക്ക് ആവശ്യമുള്ളത് അതാണെന്ന് പറഞ്ഞു. മനസ്സിലായി? അപ്പോൾ നമ്മൾ അതാണ് അവർക്ക് വേണ്ടിയിട്ടൊക്കെ നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ട്. ഇവരൊക്കെ നന്നായിട്ട് പോകുന്ന നമ്മളൊക്കെ പ്രത്യാശയോടുകൂടി ശുഭാപ്തി വിശ്വാസത്തോടുകൂടി മുന്നോട്ട് പോകുന്നവരല്ലേ. അപ്പോൾ എല്ലാം നന്മയ്ക്കായി പരിണമിക്കുമെന്നാണ് ബൈബിൾ പറയുന്നത്. അത് നമ്മളും വിശ്വസിക്കുന്ന അങ്ങനെയല്ലേ. അപ്പോൾ എല്ലാം നന്മയ്ക്കായി പരിണമിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം.